നോക്കൂ, ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഓരോരുത്തരായിട്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് കടന്നു പോകുന്നത് എത്ര വേഗതയിലാണ്. പക്ഷേ എത്ര വേഗതയിൽ അവരെ കടത്തിവിടുമ്പോഴും പുറത്തൊരു പുരുഷാരം ബാക്കിയാകുന്നു എന്നുള്ളതാണ്. നമ്മൾ അക്ഷയപാത്രത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ്. ഒഴിയും തോറും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അക്ഷയപാത്രം പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും കാണാനായി എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. വേലിക്കകത്ത് വീട്ടിലെ വളരെ വൈകാരികമായ രംഗങ്ങളാണ്. ഇവിടെ VS അച്യുതാനന്ദനുമായി അടുത്ത ബന്ധം പുലർത്തിയ നിരവധി മനുഷ്യരുണ്ട്. തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നതുവരെ VS അച്യുതാനന്ദൻ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി ഓഫീസിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസിലെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത് മുതൽ പാർട്ടിയെ മുഴുവൻ കെട്ടിപ്പടുത്ത കാലം മുഴുവൻ വേലിക്കകത്ത് വീട്ടിൽ തന്നെയായിരുന്നു താമസം. അവിടെ നിന്നും സംസ്ഥാന സെക്രട്ടറിയായി 1980 തിരുവനന്തപുരത്തേക്ക് പോകുന്ന വേളയിൽ മാത്രമാണ് VS അച്യുതാനന്ദൻ വേലിക്കകത്ത് വീട്ടിൽ നിന്നും വിട പറയുന്നത്. ഇന്ന് ആ വീട്ടിലേക്ക് തിരികെ വേലിക്കകത്തേക്ക് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ മടങ്ങിയെത്തുമ്പോൾ വസുമതിയോ ഭാര്യയായ വസുമതിയോ മകളായ ആശയോ മകനായ അരുണോ ആ രീതിയിൽ VS അച്യുതാനന്ദനെ സ്വാഗതം ചെയ്യാനാവുന്നില്ല. നെഞ്ചുലഞ്ഞു നിൽക്കുകയാണ്. വേലിക്കകത്ത് വീട് കെട്ടിപ്പൊക്കി തൻ്റെ ഭാര്യയുടെ പേരിൽ ആ വീടും സ്ഥലവും ഒക്കെ വാങ്ങി പിന്നീട് ചെറിയ സ്വപ്നവും ഒരു ചെറിയ കൂരയുമൊക്കെ ഉണ്ടാക്കി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ സാവധാനം ജീവിതത്തിൻ്റെ താളം കണ്ടെത്തുകയായിരുന്നു. ആ സമയത്താണ് പാർട്ടി അദ്ദേഹത്തെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വനിരയിലേക്ക് സംസ്ഥാന സെക്രട്ടറിയായി നിയോഗിക്കുന്നത്. അങ്ങനെയാണ് വേലിക്കകത്ത് വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റുന്നത്. പിന്നീട് 2019 മാത്രമാണ് VS അച്യുതാനന്ദൻ അവസാനമായി ഈ വീട്ടിൽ വന്ന് മടങ്ങുന്നത്. 5 വർഷമായി ഈ വീട് VS അച്യുതാനന്ദൻ കണ്ടിട്ടില്ല. ആ വീടിൻ്റെ വരാന്തയിൽ ഇപ്പോൾ VSനെ കാണാനെത്തിയ മനുഷ്യർ ഒരുപക്ഷെ വേലിക്കകത്ത് താമസിക്കുന്ന സമയത്തെല്ലാം VS അച്യുതാനന്ദനുമായി എപ്പോഴെങ്കിലും കണ്ടുപിരിഞ്ഞ മനുഷ്യരാവാം, ഒരുപക്ഷെ കേട്ടറിഞ്ഞ മനുഷ്യരാവാം, വായിച്ചെറിഞ്ഞ മനുഷ്യരാവാം. അവർ വേലിക്കകത്തെ ശങ്കരൻ അച്യുതാനന്ദനെ വേലിക്കകത്ത് തന്നെ വെച്ച് കാണാനായി ഒത്തുകൂടുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ ഇപ്പോഴും വീടിന് പുറത്ത് കാത്തിരിപ്പാണ്. ഇത് കേരളം കണ്ടിട്ടില്ലാത്ത വിധം അനിതര സാധാരണമായൊരു യാത്രയപ്പായിട്ട് മാറുന്നു. ഇപ്പോൾ സമയം 12:51. ഇന്നലെ രാത്രി 9 മണിയോടുകൂടി വേലിക്കകത്ത് വീട്ടിലേക്ക് VS അച്യുതാനന്ദൻ എത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും 15 മണിക്കൂർ വൈകിയാണ് VS അച്യുതാനന്ദനെ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പാർട്ടിയിലെ ഓഫീസിൽ പൊതുദർശനം ഇന്ന് രാവിലെ 11 മണിക്ക് ആരംഭിക്കേണ്ടതാണ്. ഇപ്പോൾ സമയം 12:52 ആയിരിക്കുന്നു. ഈ നിലയ്ക്ക് പോയാൽ 1 മണിക്കൂറുകൂടെ വൈകിയേ പാർട്ടി ഓഫീസിലേക്ക് VS അച്യുതാനന്ദൻ എത്തിച്ചേരുകയുള്ളൂ. P. കൃഷ്ണപിള്ള സ്മാരകത്തിലേക്ക് VS അച്യുതാനന്ദൻ എത്തുമ്പോൾ ഒടുവിൽ VS അച്യുതാനന്ദൻ റിക്രിയേഷൻ ക്ലബിൻ്റെ ബീച്ചിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി എത്തുമ്പോൾ അതിനുശേഷം VS സ്വന്തം പേരിൽ തന്നെ വാങ്ങിയ മണ്ണിലേക്ക് ചുടുകാടിലേക്ക് മടങ്ങുമ്പോൾ അതൊരു ചരിത്ര നിയോഗമായി മാറുകയാണ്. പിറന്ന മണ്ണിൻ്റെ ആദരമേറ്റുവാങ്ങി VS അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ഇപ്പോൾ സ്വന്തം വീട്ടിൽ അന്ത്യയാത്ര കൊള്ളുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണമുറിയാത്ത ആൾപ്രവാഹമാണ് വീട്ടിലേക്ക് എത്തുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നപ്രയിലെ സമരനായകനെ, പുന്നപ്രയുടെ മുത്തിനെ, കേരള രാഷ്ട്രീയത്തിൻ്റെ സമരവീര്യത്തെ, കേരള രാഷ്ട്രീയത്തിൻ്റെ സമരസൂര്യനെ ഇപ്പോൾ യാത്രയേക്കാൻ വേണ്ടി നോക്കൂ. കുഴിയുന്തോറും കഴിഞ്ഞു പോകുന്തോറും കണ്ടു മടങ്ങുന്തോറും കൂടുതൽ ആളുകൾ വന്ന് നിറയുന്ന ഒരു പ്രതിഭാസമായി VS മാറുകയാണ്. VSൻ്റെ എല്ലാ പ്രസംഗവേദികളിലും ആൾക്കൂട്ടം എങ്ങനെ ഒഴുകിയെത്തിയോ അതേപോലെ നിശബ്ദനായി കിടക്കുന്ന VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒഴുകിയെത്തുന്ന മഹാസമുദ്രത്തെ പ്രേക്ഷകർക്ക് കാണാം. പല വഴി പല ചാലുകളിൽ പല പുഴകളായി ഒഴുകിയെത്തിയ മനുഷ്യർ ഒരുമിച്ച് VS അച്യുതാനന്ദനെ കാണാനെത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ വേഗം തന്നെയാണ് ആ ക്യൂ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എത്ര വേഗത്തിൽ ക്യൂ മുന്നോട്ട് പോയാലും ഈ ഒരു വലിയ മഹാസാഗരം പോലെ തന്നെ ഒഴുകിപ്പോകുന്ന ഒരു പുഴ പോലെ തന്നെ ഒഴുകി പോകുന്തോറും അത് പുഴ നിറഞ്ഞൊഴുകുന്നത് പോലെ ഒരു പ്രളയമായ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേലിക്കകത്ത് വീട്ടിൽ തന്നെ ഇത്രയും ആളുകളുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഞങ്ങളിരിക്കുന്ന ഈ പാർട്ടി ജില്ലാ സെക്രട്ടറി പാർട്ടി ജില്ലാ ഓഫീസിലും അതിന് പുറത്തും കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഇവരെയും താണ്ടി വേണം ഇനി റിക്രിയേഷൻ ക്ലബിൽ ബീച്ചിലേക്ക് പോകാൻ. അവിടെ 10,000-കണക്കിന് മനുഷ്യരാണ്, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് VSനെ കാണാൻ വേണ്ടി ഇതിനകം തന്നെ ബീച്ചിൻ്റെ പല ഭാഗങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞു വേണം സായാഹ്ന സൂര്യന് മുമ്പ് വിപ്ലവ സൂര്യന് ഒന്ന് അസ്തമിക്കാൻ. പക്ഷേ അതിനുള്ള സമയമാകുമോ എന്നറിയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സായാഹ്ന സൂര്യൻ അസ്തമിച്ചാലും വിപ്ലവ സൂര്യനെ അസ്തമിക്കാൻ VSൻ്റെ സ്നേഹിതർ വിടുമെന്ന് ഉറപ്പില്ല. ആ നിലയിലാണ് VSനെ സ്നേഹിച്ച മനുഷ്യർ, VSനെ കണ്ട മനുഷ്യർ VSനെ വേലിക്കകത്ത് വീട്ടിൽ വെച്ച് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് വളരെ വേഗത്തിൽ തന്നെ റെഡ് വോളണ്ടിയേഴ്സ് അവരെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷേ മാറ്റുന്തോറും കൂടുതൽ ആളുകൾ വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഭാസമായിട്ട് മാറുകയാണ്. കണ്ണേ കരളേ VS എന്ന മുദ്രാവാക്യമാണ് ആ VSന് അത് കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കണ്ണൂരിൽ നിന്നും ഇത്ര ബുദ്ധിമുട്ടി ശാരീരിക അവശതകൾ പോലും എത്തിയത്? ഞങ്ങൾക്ക് VSനൊരു മുദ്രാവാക്യം കൊടുക്കണം, അത് അവസാനത്തെ മുദ്രാവാക്യമാണ്. ഇനി ഞങ്ങൾക്ക്
അവർക്ക് VS ആ മുദ്രാവാക്യം കൊടുക്കാനില്ലല്ലോ. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നാണ്. നോക്കൂ, VS ഈ യാത്രയിൽ ഉടനീളം ഏറ്റുവാങ്ങി ഏറ്റവും കൂടുതൽ പൂക്കൾ റോസാപ്പൂക്കളാണെന്ന് തോന്നുന്നു. ആ റോസാപ്പൂക്കളുമായി വഴിയരികിൽ കാത്തുനിന്ന മനുഷ്യർ ചങ്കിലെ റോസാപ്പൂവിനെ പോലെ പറിച്ചു കൊടുക്കുകയാണ് ചങ്ക്. തങ്ങളുടെ പ്രിയപ്പെട്ട വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെ യാത്രയയക്കാൻ എത്തിയിരിക്കുന്ന ആളുകൾ നോക്കൂ, പുന്നപ്രയുടെ വിപ്ലവാഭിവാദ്യം സ്വീകരിക്കുന്നത് നോക്കൂ. ഇത് കേരളത്തിൽ ഇങ്ങനെ ഇക്കുറി ഇതേപോലെ ഒരു മനുഷ്യർ യാത്രയച്ചിട്ടുണ്ടോ എന്നത് സംശയമാണ്. അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരുടെ മുഖം നോക്കൂ, അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരെ കാണൂ. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, തുന്നൽ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, തെങ്ങുകയറ്റ തൊഴിലാളികൾ ഒക്കെ പലയിടങ്ങളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ബഹുജന വർഗ സംഘടനകളിൽപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. അവർക്ക് VS ഒന്ന് കണ്ടാൽ മതി, ഒരു മിന്നായം പോലെ കണ്ടാൽ മതി. ഇനി VS ഇതിഹാസമില്ലല്ലോ. ആ ഇതിഹാസം മരിക്കും മുമ്പ്, ആ ഇതിഹാസം വിട പറയും മുമ്പ് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന ആളുകളുടെ തിരക്കാണ് ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ കാണുന്നത്. വേലിക്കകത്ത് അങ്ങനെ വലിയ തിരക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ഒരു ആൾക്കൂട്ട പ്രതിഭാസമായി VS മാറിയിരുന്നില്ല. വീടിനുള്ളിൽ വെച്ച് ആരെയെങ്കിലും കണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പരിഹാരം ദർബാറുകൾ കൂടുതൽ നേതാവായിരുന്നില്ല. പക്ഷേ VS ആ വീട്ടിലുണ്ടെങ്കിൽ പുന്നപ്രയിൽ രക്തസാക്ഷിത്വ ദിനമാണെങ്കിലും ഓണമാണെങ്കിലും അവിടെ നാട്ടുകാരെത്തുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പക്ഷേ VSന്റെ ഒരു രീതി അതായിരുന്നില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി ഓഫീസിൽ വെച്ചും എപ്പോഴെങ്കിലും അതിൽ പരിഹാരമാകുന്നില്ലെങ്കിൽ താൻ പോകുന്ന എല്ലായിടങ്ങളിലും ഒരു പാർട്ടി ഓഫീസായിട്ട് മാറുന്നതായിരുന്നു VSന്റെ രീതി എന്ന് പറയുന്നത്. VSന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു വൈഷമ്യവും ഉണ്ടായിരുന്നില്ല. VSന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇരകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ്. VS പറയാറുണ്ട്, ഇരകൾ എവിടെയുണ്ടോ അവിടെ ഒരു പോരാട്ടവും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആ പ്രവൃത്തിയുണ്ട്, ഒരു വേഷമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. ആ വേഷം കൃത്യമായി VS പകർന്നാടി മടങ്ങുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ VSനെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ഇവരിൽ ഓരോരുത്തർക്കും എന്തെങ്കിലും വ്യക്തിപരമായി കൊടുത്തതിൻ്റെ പേരിലല്ല ഈ നാടിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നാടാക്കി മാറ്റാൻ VSന്റെ പ്രയത്നിക്കുന്നു. VSന്റെ ആ വിപ്ലവാഭിവാദ്യത്തിന്, വിപ്ലവ ജീവിതത്തിന് VSന്റെ നാട്ടുകാർ, VSനെ അറിയാത്തവർ, മറുനാടുകളിൽ നിന്നെത്തിയ മനുഷ്യരെല്ലാം VSന് അന്ത്യാഭിവാദ്യം ഏർപ്പിക്കുകയാണ്. ഈ കാഴ്ച നമ്മുടെയൊക്കെ കരളിലിരിക്കുന്ന കാഴ്ചയാണ്. അതാ നോക്കൂ, ഇപ്പോഴും വേലിക്കകത്ത് വീടിന് പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ജനാവലിയെ നിങ്ങൾ കാണും. കണ്ഠമിടറുമാറ്, നെഞ്ചു പൊട്ടുമാറ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? H. സലാമും ആസനെ പോലെയുള്ള മുതിർന്ന നേതാക്കളും എല്ലാം പാർട്ടി പ്രവർത്തകരെ വളരെ കഷ്ടപ്പെട്ടാണ് നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ആ ശ്രമത്തിനും അപ്പുറത്തേക്ക് വലിയ ആൾക്കൂട്ടം ഇപ്പോഴും വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ഇത് ഞങ്ങളുടെ സമരനായകനാണ്. ഞങ്ങളുടെ സഖാവ് മരിക്കുന്നില്ല, ഞങ്ങളുടെ സഖാവ് മരിക്കുന്നില്ല. കണ്ണേ കരളെ VS.